ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, സ്വന്തമെന്ന് കരുതി സ്നേഹിച്ചതിനെ, ഹൃദയത്തോട് ചേർത്ത് വെച്ചതിനെ വിട്ടുകൊടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്രകാരം വിട്ടുകൊടുക്കണമെങ്കിൽ അവന് ദൈവത്തിൻ്റെ മനസ്സുണ്ടായിരിക്കണം. തൻ്റെ ചങ്കിനോട് ചേർത്ത് വെച്ച പ്രിയപുത്രനെ നമുക്ക് വേണ്ടി പറിച്ചെടുത്ത് കൊടുത്തതുപോലെ കൊടുക്കാൻ. അപ്രകാരമുള്ള ഒരു വ്യക്തിത്വമാണ് സ്നാപക യോഹന്നാൻ. തൻ്റെ പ്രിയപ്പെട്ട 2 ശിഷ്യന്മാരോടൊപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ വഴിയിലൂടെ ക്രിസ്തു നടന്നു വരുന്നത് കണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുക. ദാ ഇത്രയും നാളും ഞാൻ നിങ്ങളോട് പറഞ്ഞ മിശിഹ ഈ വരുന്നവന്, ഇവനാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നിട്ട് വിട്ടുകൊടുക്കുക. തൻ്റെ കൂടെയായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ 2 പേരെയും അവൻ്റെ പിന്നാലെ പൊയ്ക്കോ എന്നും പറഞ്ഞയക്കുന്ന പറഞ്ഞു വിടുന്ന സ്നാപക യോഹന്നാൻ. തീർച്ചയായും ഉന്നതമായ ലക്ഷ്യങ്ങൾ, നന്മകൾക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ത്യാഗം അത് വലിയ കൃപയായി അനുഗ്രഹമായിട്ട് മാറും. അത് തീർച്ചയാണ്. ഇപ്രകാരം അവർ മുന്നേ പോയ ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ക്രിസ്തു തിരിഞ്ഞു നിന്ന് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, ഗുരു അങ്ങ് വസിക്കുന്ന ഇടം അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. അവൻ എവിടെ വസിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. കാരണം അവൻ ഈ പറയുന്നുണ്ട്, കുറുനരികൾക്ക് മാളങ്ങളും ആകാശ പറവകൾക്ക് കൂടുകളുമുണ്ട്, എങ്കിലും മനുഷ്യപുത്രന് വസിക്കാൻ ഇടമില്ല. വസിക്കാൻ ഇടമില്ലാത്തവൻ പറയുക, ദാ വന്ന് കാണുവീൻ. അവർ വന്ന് കണ്ട അവൻ്റെ വാസസ്ഥലം അവൻ്റെ ഹൃദയം തന്നെയായിരിക്കണം. അവനോടൊപ്പം അവർ ആയിരുന്ന് പിറ്റേന്ന് പ്രഭാതത്തിൽ ഇപ്രകാരം വചനം പറയുന്നവർ പുറത്തിറങ്ങുമ്പോൾ അവർ വിളിച്ചു പറയുന്നത് പ്രഘോഷകരായിട്ട്, ഞങ്ങൾ മിശിഹായെ കർത്താവിനെ കണ്ടു എന്നുള്ള കാര്യം. പിന്നെ അവർ വെറുതെ ഇരിക്കുന്നില്ല, കണ്ടവരോടൊക്കെ ഈ സദ്വാർത്ത വിളിച്ചറിയിക്കുക. തൻ്റെ ചേട്ടനെ പത്രോസിനെ കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്നത് ഈ പറയുന്ന അന്ത്രയോസാണ് ചേട്ടൻ, പത്രോസ് അനിയന. ഈ ചേട്ടായി അനിയനെ കൊണ്ടുവരിക ഇപ്രകാരം കർത്താവിൻ്റെ അരികിലേക്ക്. കാരണം ഒരുവൻ മിശിഹായെ കണ്ടാൽ പിന്നെ കണ്ട ക്രിസ്തുവിനെ പങ്കുവയ്ക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ നിയോഗമാണ്. ഇപ്രകാരം ജീവിതത്തിൻ്റെ ഉന്നതമായ ലക്ഷ്യങ്ങളിലേക്ക്, നിയോഗങ്ങളിലേക്ക് ഇങ്ങനെ ചങ്കോട് ചേർത്ത് വെച്ചതിനെ കൊടുക്കാൻ പറ്റുക എന്നുള്ളത്, അതിൻ്റെ പിന്നിൽ വലിയ ത്യാഗമുണ്ട്, സമർപ്പണമുണ്ട്. വൈദികരുടെയും സന്യസ്തരുടെയും ഒക്കെ ജീവിതത്തിൽ വീട് വിട്ടിറങ്ങുമ്പോൾ കാരണന്മാരുടെ മിഴികളിൽ നമ്മൾ കാണുന്നത് ആ ത്യാഗം തന്നെയാണ്. ഇത്രയും നാളും സ്വന്തമായി കണ്ടതിനെ സഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടിയൊക്കെ അവരിങ്ങനെ നൽകുന്നതിൻ്റെ പിന്നിലും ഇത് തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മക്കളെയൊക്കെ വിദേശത്തും മറ്റുമൊക്കെ ജോലിക്കും പഠിക്കാനൊക്കെ ആയിട്ടൊക്കെ എന്നെ പ്രിയപ്പെട്ടവർ വിടുമ്പോൾ ചങ്ക് പറിച്ചു കൊടുക്കുന്ന വേദനയാണ്. എങ്കിലും അതിൻ്റെ പിന്നിലെ ഉന്നതമായ നിയോഗം, ലക്ഷ്യം ആ വേദനയെ നമുക്ക് മാറ്റാനായിട്ട് സഹായിക്കും. ഇപ്രകാരം പിതാവായ ദൈവം തൻ്റെ പുത്രനെ പറിച്ചെടുത്തു കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞപ്പോഴും സ്വർഗത്തിൽ നിന്ന് മറുപടിയൊന്നും ലഭിക്കാതിരുന്നത്. ചില ജീവിത നിയോഗങ്ങളിലേക്ക് തിരിച്ച് നമ്മൾക്ക് മടങ്ങിപ്പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ജീവിത നിയോഗത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഒരുവൻ എടുക്കുന്ന ത്യാഗം, സമർപ്പണം അവനെ കൂടുതൽ നന്മയിലേക്കും ഒത്തിരിയേറെ പേരെ മിശിഹായിലേക്കും രക്ഷകനായ ക്രിസ്തുവിലേക്കും അടുപ്പിക്കുക തന്നെ ചെയ്യും. ആകയാൽ കൃപയുടെ ബലിയിൽ നാം സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യ യേശു നമ്മിൽ നിറയുമ്പോൾ നമ്മുടെ സാന്നിധ്യം, നമ്മുടെ ഇടപെടലുകൾ, സംസാരമൊക്കെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്ന അനുഭവമായി, അൾത്താരയായി നമ്മുടെ ജീവിതം മാറട്ടെ.